ഒരു ഉത്സവപ്പുറമ്പിൽ പോയാൽ പോലും ഒരു ബജ്ജി വേണമെന്ന് പോലും പറഞ്ഞ് കരയോ ചോദിക്കുകയോ ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ അമ്മയച്ഛനും കൂടെ പണി ചെയ്തിട്ട് പിന്നെ അതിന്റെ ഒരു വിഷമം എനിക്ക് വേറൊരു സാധനത്തിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ പ്രൊഡക്ടമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് വീണായിരുന്നു ഇവര്. ഒരാളവിടെ വീണിട്ട് കൈക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. ഞാൻ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇതിൽ ഓടിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എൻ്റെ മക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ദിവസം അതാണ്. അപ്പോൾ വീട്ടിൽ വന്നു. അന്ന് കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസമായിട്ടും കൈ അനക്കുന്നില്ലെന്ന് മാത്രമല്ല അത് വേറെ പ്രശ്നം. അപ്പം പിറ്റേ ദിവസം 2 ദിവസമായപ്പോൾ ഇവിടെ ഫുള്ള് നീരായി, ഒരു വശം മൊത്തം നീരായി. അങ്ങനെ എന്താണെന്ന് അറിയാൻ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് എക്സ്റേ എടുത്തപ്പോൾ 2 അസ്ഥി വട്ടം ഒടിഞ്ഞിരിക്കുന്നു. ആ വേദന അവർ കടിച്ചു പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു. കാരണം ആ സമയത്ത് രജിസ്റ്ററിൽ പണിയില്ലായിരുന്നു. എനിക്കും ഞാനൊരാൾ പോയിട്ടാണ് വീട്ടിലെ ആ സമയത്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ ഇല്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തുകൊണ്ടാണ് മോനെ ഇത് ഇത്രയും വേദന സഹിച്ചിരുന്നത്, എന്തുകൊണ്ടാണെന്നും പറയാനെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മക്കളെ ഡോക്ടർ പറഞ്ഞൊരു വാക്ക്, എൻ്റെ അമ്മച്ചാക്ക് കാശുണ്ടായിരുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. അങ്ങനത്തെ മക്കളാണ് എൻ്റെ, അത്രയും വരെ സഹിക്കുന്ന മക്കളായിരുന്നു.